എല്ലാവർക്കും നാടൻ മില്ലുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പുതിയ വണ്ടി വാങ്ങുമ്പോൾ അത് തട്ട് മുട്ട എന്നിവയുള്ളതാണോ, ഫ്ലഡ് അഫക്റ്റഡ് ആണോ, അപ്പോൾ വണ്ടി വാങ്ങുന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ആക്സിഡൻറ്റ് വണ്ടിയാണോ എന്നുള്ളതാണ്. അപ്പം നല്ല മേജർ ആക്സിഡൻറ്റ് നടന്ന വണ്ടിയാണെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ മേജർ ആക്സിഡൻറ്റ് നടന്ന വണ്ടിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ബോണറ്റിൻ്റെ പാച്ച് വർക്കാണ് ശ്രദ്ധിക്കുന്നത്. അതായത് കമ്പനി വരുന്ന ഇതിനൊരു പേസ്റ്റിംഗ് ഉണ്ട് ഇതിൻ്റെ ബോണറ്റയിൽ. അപ്പോൾ ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഇടിയൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ ബോണറ്റ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ കമ്പനി വരുന്ന ആ പേസ്റ്റിംഗിൽ നിന്ന് മാറി ഒരു പുതിയ പേസ്റ്റിംഗ് വരും. അപ്പോൾ കമ്പനി പേസ്റ്റിംഗിൽ നിന്ന് എൻ്റെയിൽ ഡിഫറൻ്റ് ആയിരിക്കും ആ പേസ്റ്റിംഗ്. നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും അത് ആക്സിഡൻറ്റ് വണ്ടിയാണോ എന്ന്. അപ്പോൾ ഈ ബോണറ്റ് പേസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് മേജർ ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോണറ്റ് റീപ്ലേസ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണറ്റിൻ്റെ ഈ കുറ്റിയാണ്, ഈ ബാറ്ററിക്ക് സമീപമായിരിക്കുന്ന ഈ കുറ്റിയിലാണ് നമ്മൾ ബോണറ്റ് റീപ്ലേസ്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ ഈ ബോണറ്റ് റീപ്ലേസ്മെൻറ്റിൽ കമ്പനിയിൽ വന്ന പേസ്റ്റിംഗ് ആണെങ്കിൽ അത് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഈ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഈ ബോണറ്റിൻ്റെ കുറ്റി. ഈ രണ്ട് ഇതിലുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ടും. ഇപ്പോൾ ഈ വണ്ടിയെ വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വന്നേക്കുന്ന പേസ്റ്റിംഗ് ആണ്. ഈ പേസ്റ്റിങ്ങിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയിൽ ആക്സിഡൻറ്റ് നടന്ന വണ്ടിയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. കമ്പനി പേസ്റ്റിംഗ് മാറി, അതായത് രണ്ടാമത് ബോണറ്റ് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റിങ്ങിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അത് എക്സ്റ്റേണലായിട്ട് മുഴച്ച് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ വണ്ടിയിൽ വരുന്ന പേസ്റ്റിങ്ങും അല്ലാണ്ടുള്ള പേസ്റ്റിങ്ങും. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ സൈഡിലുള്ള ആക്സിഡൻറ്റ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡോറിൻ്റെ, അതായത് വണ്ടി കമ്പനി വരുന്ന ഡോറിൻ്റെ ഫിറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ നമ്മൾ ബോണറ്റിൽ നോക്കിയ പേസ്റ്റിംഗ് പോലെ തന്നെ ഇവിടെയും കമ്പനിയുടെ വരുന്ന ഒരു മാർക്ക് പോലെ തന്നെയുണ്ട്. ഇതിനകത്ത് വല്ല പൊട്ടലോ അല്ലെങ്കിൽ വെൽഡിങ്ങോ ഫിറ്റിങ്ങോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സൈഡിൽ ആക്സിഡൻറ്റ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് നമ്മളപ്പോൾ വണ്ടിയുടെ ഈ വിൻഡോയുടെ സൈഡിലാണ് ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും വണ്ടിയുടെ. ഇവിടെ നമ്മൾ നോക്കുന്നത് ബീഡിങ് മാറ്റി സൈഡുകളിൽ തുരുമ്പ് വന്നിട്ടുണ്ടോ എന്നാണ് വണ്ടിയുടെ. ബീഡിങ്ങിൻ്റെ അകത്ത് തുരുമ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് ഫുൾ ബീഡിങ് അഴിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വണ്ടി ആക്സിഡൻ്റ് ആണോ എന്നുള്ളത്, ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പം ആക്സിഡൻ്റ് ആണ്, മേജർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫ്രണ്ട് ഗ്ലാസ്, ബാക്ക് ഗ്ലാസ്, സൈഡ് 4 വിൻഡോസും ചെക്ക് ചെയ്യും. അതിലെല്ലാം ഗ്ലാസിൻ്റെ നമ്മുടെ മാനുഫാക്ചറിങ് ഇയർ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വണ്ടിയുടെ മോഡലിൽ നിന്ന് ഈ മാനുഫാക്ചറിങ് ഇയർ വ്യത്യാസമാണെങ്കിൽ വണ്ടി ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഈ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് വന്നാൽ മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന 43R02801 താഴെ 10, ഈ 10 എന്ന് കാണിച്ചേക്കുന്ന വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയറാണ്. ഇത് 2010 മോഡൽ വണ്ടിയാണെന്നുള്ളതിന് സിമ്പിളാണ് ഇവിടെ ഈ 10 കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഇത് 2010 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന സൈഡ് വിൻഡോയുടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വിൻഡോയുടെ ഫ്രണ്ട് വിൻഡോ, ബാക്ക് വിൻഡോ, സൈഡ് 4 വിൻഡോസിൻ്റെയും ഡേറ്റുകൾ കറക്റ്റാണോ, സെയിം ഇയർ തന്നെയാണോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ബോണറ്റ് റീപ്ലേസ്മെൻറ്റ് പോലെ തന്നെ മെയിൻ പ്രധാനമാണ് നമ്മുടെ ഡിക്കി റീപ്ലേസ്മെൻറ്റ്. ഡിക്കിയിലെ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ പുറയിൽ നിന്നുള്ള ഇടികൾ, അതായത് ആക്സിഡൻറ്റുകൾ പുറയിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. മെയിനായിട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പേസ്റ്റിങ്ങിലാണ്. കമ്പനി പേസ്റ്റിങ്ങുകൾ വല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഈ ഡിക്കിയുടെ കാലുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, അതായത് ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് കളറാണ് ഡിക്കിയുടെ കാലിനുള്ളത്. അപ്പോൾ ഒരു ഡിക്കിയുടെ കാല് മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ തുരുമ്പെടുത്ത് ഇടുക്കി കാലുകൾ ഒടിഞ്ഞു പോയതുകൊണ്ടും
അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആണോ ഫ്ലഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ നോക്കാൻ സാധിച്ചു. ഇനി നമുക്ക് നോക്കേണ്ട വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യങ്ങളാണ്, അത് എഞ്ചിൻ്റെ പെർഫെക്ഷനാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും വണ്ടിക്ക് എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാമെന്നുള്ളത് നമുക്കിനി നോക്കാം. മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ടിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന്, അതായത് എന്തെങ്കിലും മിസ് സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ തകരാറുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ എപ്പോഴും ഡിറ്റോ സൗണ്ട് ആണോ എന്ന് നോക്കുക, ക്ലീൻ സൗണ്ട് ആണോ എന്ന് നോക്കുക. അപ്പോൾ തന്നെ എഞ്ചിൻ്റെ പെർഫെക്ഷൻ ഏകദേശം അറിയാൻ സാധിക്കും. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കൂളൻ്റ് ലെവൽ എല്ലാം ശ്രദ്ധിക്കുക. വാട്ടർ ലെവൽ, കൂളൻ്റ് ലെവൽ. ഇത് കൂളൻറ്റിൻ്റെ ബോക്സാണ്, അതിനകത്ത് കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഈ കാണുന്നതാണ് വണ്ടിയുടെ ക്ലച്ച് ടൈറ്റൻ സ്ക്രൂ. ഈ ക്ലച്ച് ടൈറ്റൻ സ്ക്രൂ എന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ക്ലച്ച് മാറാറായോ എന്നുള്ളത്. അപ്പം ഈ ക്ലച്ച് ടൈറ്റൻ സ്ക്രൂ ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ക്ലച്ച് തീർന്നതായിട്ടാണ് അർത്ഥം. പിന്നെ ഈ ലിവർ എടുത്ത് നമുക്ക് പൊക്കി നോക്കുകയാണെങ്കിൽ വണ്ടിയിലെ ഓയിലിൻ്റെ അളവ്, ഓയിൽ നല്ല ഓയിലാണോ, കരി ഓയിലായതാണോ, ഓയിൽ റീസെൻ്റ് ആയിട്ട് മാറിയതാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓയിലിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിലിൻ്റെ അളവൊക്കെ. ക്ലച്ച് പെഡൽ ഫുള്ളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഈ ക്ലച്ച് തീർന്നതാണെങ്കിൽ വണ്ടിക്ക് ഒരു 4000 മുതൽ 5000 രൂപ വരെ പണി വരാൻ സാധ്യതയുണ്ട് വണ്ടിക്ക് ക്ലച്ച് തീർന്നതാണെങ്കിൽ. പിന്നെ വണ്ടി എപ്പോഴും എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ എല്ലാ ഓയിലും മാറുന്നതാണ്. എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, ക്ലച്ച് ഓയിൽ എല്ലാം മാറുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്കപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇനി ഓടിക്കാൻ സാധിക്കും. ഓയിൽ മാറി തന്നെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. മാറിയ ഓയിലാണെങ്കിലും ശരി. കൂളൻറ്റുകളെല്ലാം റീപ്ലേസ് ചെയ്യുക. ഇത് മസ്റ്റായിട്ടും ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെയിനായിട്ട് വണ്ടിയെ വരുന്ന ബാറ്ററി ശ്രദ്ധിച്ചോളൂ. ആ ബാറ്ററി പുതിയ ബാറ്ററി ആണോ, റീസണബിൾ ബാറ്ററി ആണോ എന്നൊക്കെ നോക്കിക്കോളൂ. അല്ലെങ്കിൽ പുതിയ ബാറ്ററി വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു 5000 രൂപ മുതൽ ചിലവുള്ള പണിയാണ്. അപ്പോൾ ബാറ്ററി വാങ്ങുക എന്നുള്ളത്. വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ലോ കിലോമീറ്റർ വണ്ടി പ്രിഫർ ചെയ്യാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ വണ്ടി ഓടിയതാണ്. അപ്പോൾ വണ്ടിക്ക് പണി തീരെ കുറവായിരിക്കും എന്നൊക്കെ ആയിരിക്കും വിചാരം. ഈ ലോ കിലോമീറ്റർ വണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെയിനായിട്ടും ഈ ലോ കിലോമീറ്റർ വണ്ടി നമ്മൾക്കിപ്പം പല കിലോമീറ്ററുകളിൽ പല അഡ്ജസ്റ്റ്മെൻറ്റും നടക്കാറുണ്ട്. അതായത് ഉടായ്പകൾ നടക്കും. കിലോമീറ്ററിൻ്റെ ഇപ്പം 1 ലക്ഷം 2 ലക്ഷം ഓടിയ വണ്ടിയാണെങ്കിലും അത് നേരെ കിലോമീറ്റർ റൺ ചെയ്ത് കുറച്ച് 10-30,000 അല്ലെങ്കിൽ 60,000 കിലോമീറ്ററിലേക്ക് കുറയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള സർവീസുകൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ കിലോമീറ്റർ വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കും. ഇപ്പം ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും അതിൻ്റെ കിലോമീറ്റർ ഓരോ സർവീസും രേഖപ്പെടുന്നതാണ്. അപ്പം നമുക്ക് ഈ ഷോറൂമിൽ ഇതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണോ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടി നമുക്ക് അറിയാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മൾ ലോ കിലോമീറ്റർ വണ്ടി പ്രിഫർ ചെയ്യുമ്പോൾ ഒരു മീഡിയം കിലോമീറ്റർ ഓടിയ വണ്ടിയെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓടാതിരിക്കുന്ന വണ്ടിയും പ്രശ്നമാണ്. ആ വണ്ടിക്കും ഓടാതിരിക്കുന്ന വണ്ടിക്കും അതേപോലെ തന്നെ ഒത്തിരി ഓടുന്ന വണ്ടിക്കും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും വണ്ടിയുടെ ബാഹ്യ ഗ്ലാമറിൽ ആകർഷണമായി ഒരിക്കലും വണ്ടി മേടിക്കില്ല. അത് ഓടിച്ച് ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് നോക്കി എല്ലാ സാധനവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ കാശ് പോകുന്ന ഒരു സംശയം വേണ്ട. വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും എക്സ്പേർട്ടായുള്ള ഒരാളുടെ ഒപ്പീനിയൻ തേടുന്നതും കൂടെ കൂട്ടുന്നതും എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല വണ്ടി എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പ് തരാൻ സാധിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിന് മുമ്പായി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾ, അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബിന് താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.